അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ വിവരം ലാലേട്ടനും പൃഥ്വിരാജും പങ്കുവെച്ചു. ഐമാക്സ് അവർ പങ്കുവെച്ച ഫോട്ടോയാണിത്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന സാധനം തന്നെയായിരുന്നു ഐമാക്സ്. അതുപോലെ തന്നെ എല്ലാവരും ട്രെയിലറിൻ്റെമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണോ എന്നും സംശയം പ്രകടിപ്പിച്ചായിരുന്നു. അതൊന്നുമല്ല, ഐമാക്സ് തന്നെ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് വിവരമാണ് ലാലേട്ടനും പൃഥ്വിരാജും ഒക്കെ പങ്കുവച്ചിരിക്കുന്നത്. അപ്പം എമ്പുരാനെ പറ്റിയുള്ള കുറച്ച് ദിവസമായിട്ട് വാർത്തകളൊന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ വല്ലാതെ കേണ്ടിരുന്നു. പക്ഷേ ഇപ്പം നിരവധി വാർത്തകളാണ് വരുന്നത്. UK 231 തിയേറ്ററുകൾ ഇത് റിലീസാകുന്നു എന്ന് കേൾക്കുന്നു. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളായ പല സ്ഥലങ്ങളിലും ഇതിൻ്റെ റിലീസിംഗ് കേന്ദ്രങ്ങളുടെ എണ്ണം കൂടുതലാണ്. കാനഡയുടെ കാര്യം ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു. അവിടെ തന്നെ $2 ലക്ഷം കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. അപ്പം വൈകുന്നേരത്തിൽ വിവരമൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ UK, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം, അതുപോലെ ഗൾഫ് രാജ്യങ്ങൾ എല്ലായിടത്തും എമ്പുരാൻ തരംഗമാണ് ആഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, AI ഫിലിമാണ് ഹിന്ദി മേഖലയിൽ ഇത് വിതരണത്തിനെടുത്തിരിക്കുന്നത്. ഏകദേശം 3000-ൽ പരം സ്ക്രീനുകൾ എങ്കിലും ചിത്രം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ അമേരിക്കൻ നാടുകളിൽ ഇതിൻ്റെ തരംഗം നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ജർമ്മനി ഇതിൻ്റെ തരംഗം ആഞ്ഞടിക്കുന്നു എന്ന് കേൾക്കുന്നു. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും എമ്പുരാനെ പറ്റിയുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോഴും ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല. ഫാൻ ഷോകളുടെ എണ്ണം 400-നടുത്ത് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. 6 മണിക്ക് റിലീഫ് തുടങ്ങുന്ന എമ്പുരാൻ ലോകമെമ്പാടും ഒരേ സമയത്ത് തന്നെ ഒരു എമ്പുരാൻ തരംഗം ആഞ്ഞടിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ വേറെ സ്ഥലങ്ങളിലൊന്നും തന്നെ എമ്പുരാന് ശക്തമായ എതിരാളികളും വളരെ കുറവാണെന്നുള്ളത് എമ്പുരാൻ്റെ കാര്യം വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. അപ്പോൾ മലയാള സിനിമ ആഗ്രഹിച്ചതുപോലെ ഇങ്ങനെ ഒരു ചിത്രമാണ് മലയാള സിനിമ ആഗ്രഹിച്ചത്. അത് എമ്പുരാനിലൂടെ പ്രാവർത്തികമാക്കിയാണ്. അപ്പം സമയം കുറവാണെന്നൊക്കെ പലരും പരിതപിക്കുന്നത് കണ്ടു. 9 ദിവസമേ ഉള്ളൂ. 9 ദിവസത്തിനുള്ളിൽ മലയാളത്തിൽ ഇനി പ്രൊമോഷൻ്റെ കാര്യമൊന്നുമില്ല. മലയാളത്തിലെ പ്രേക്ഷകരെല്ലാം ഇത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ അന്യഭാഷകളിലെല്ലാം ശക്തമായ പ്രൊമോഷനും ഒക്കെ ആയിട്ട് ലാലേട്ടനും പൃഥ്വിരാജും ആൻ്റണി പെരുമ്പാവൂരും ഗോകുലം ഗോപാലനും ഒക്കെ ഒരുങ്ങിത്തന്നെയാണ്. അതിന് പ്രകാരം തന്നെയാണ് അവിടുത്തെ മികച്ച വിതരണ ഏജൻസികളെ തന്നെ ഈ ചിത്രം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് കൃത്യമായിട്ടറിയാം. ഹോംബാല ഫിലിംസിനെയാണ് കർണാടകത്തിലെ വിതരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത്. തമിഴിലെ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ എമ്പുരാൻ വിശേഷങ്ങൾ ഓരോ മണിക്കൂർ ഇടവിട്ട് പൃഥ്വിരാജും ലാലേട്ടനും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എമ്പുരാൻ്റെ വിശേഷങ്ങളൊന്നും അറിയുന്നില്ല എന്ന് പരിതപിച്ചവരുടെ മുന്നിലാണ് നിരന്തരമായ വാർത്തകളുമായിട്ട് ഇവരെത്തുന്നത്. എമ്പുരാൻ വിശേഷത്തിന് വേണ്ടി കാത്തിരിക്കാം.